വളരെ പ്രാർത്ഥനയോടെ ദിവസമല്ലാതിരിക്കാം. ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായിട്ട് സംഖ്യാപുസ്തകം 11 അധ്യായം 23 വാക്യം വായിക്കും. നമ്പേഴ്സ് 11:23. യഹോവ മോശയോട് യഹോവയുടെ കൈ കുറുതായി പോയോ, എന്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ പല സമയങ്ങളിൽ നമുക്ക് തോന്നുന്ന ഒരു ചിന്തയാണ് നമ്മുടെ ദൈവം ഒരു ലിമിറ്റഡ് ഗോഡാണെന്നുള്ളത്. നമ്മുടെ ദൈവം ഗോഡ് ഈസ് ലിമിറ്റഡ്, ഒരു പരിധിക്കപ്പുറം അവൻ പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. പല പ്രാർത്ഥനാ വിഷയങ്ങളിലും ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത്, ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പലപ്പോഴും പ്രവൃത്തി കാണാതെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധാരണ മനുഷ്യനെ പോലും നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങും. നമ്മുടെ വിശ്വാസം ചോർന്നു പോകുവാൻ തുടങ്ങും. നമ്മൾ പതുക്കെ ഇങ്ങനെ ചിന്തിക്കും, എൻ്റെ 10 വിഷയങ്ങളിൽ 8നും വിടുതൽ കിട്ടി, ഈ 2 ചെയ്യുവാൻ ദൈവത്തിന് കഴിയുകയില്ല എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുവാൻ തുടങ്ങും. ആമേൻ. നമ്മൾ ചിന്തിക്കുന്നു, എൻ്റെ ദൈവം ഒരു ലിമിറ്റഡ് ഗോഡാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവൃത്തിക്കപ്പുറം, ഈ ഒരു കാര്യത്തിനപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കും. നമുക്കറിയാം, ലാസറിൻ്റെ കല്ലറയ്ക്ക് വന്നപ്പോൾ മറിയ പറഞ്ഞെന്താണ്? സഹോദരിമാർ പറഞ്ഞു, അവൻ മരിച്ചു, 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു. ലിമിറ്റഡ്, ഇനിയും സമയമില്ല, സാധ്യതയില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല, ദൈവനാമത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും പ്രശ്നമാണെന്ന് പഠിക്കുകയും ഇന്ന് പകൽ അതിൽ നിന്നൊരു മോചനം നേടുകയും ചെയ്യണം. സ്തോത്രം. നമ്മുടെ ദൈവം ഒരു ലിമിറ്റഡ് ഗോഡല്ല. സ്തോത്രം. ആമേൻ. സ്തോത്രം. ആലയം പണിയുവാൻ തുടങ്ങുമ്പോൾ ദാവീദും ശലോമോനും ചോദിക്കുന്നുണ്ട്, കർത്താവേ, സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് ഈ ആലയത്തിൽ ഒതുക്കുവാൻ കഴിയുമോ? സ്തോത്രം. ഈ ആലയത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ആലയത്തോളം ചെറുതായി എൻ്റെ ദൈവം മാറുമോ എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, നീ ചിന്തിക്കുന്ന ഒരു പരിധിക്ക് ഉള്ളിൽ നിൽക്കുന്ന ദൈവമല്ല, ഒരു ലിമിറ്റഡ് ഗോഡല്ല. നീ ചിന്തിക്കുന്നതിനപ്പുറമായി പ്രവർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തെ ഇന്ന് പകൽ നമ്മൾ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. സ്തോത്രം. രൂത്തിന്റെ പുസ്തകം 1 അധ്യായം 13 വാക്യത്തിൽ നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം. തൻ്റെ ഭർത്താവും 2 മക്കളും മരിച്ചുപോയി. 2 മരുമക്കളുമായി ഭാരപ്പെടുമ്പോൾ 1:13 ഇങ്ങനെ വായിക്കുന്നു, അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായി കാത്തിരിക്കുമോ? നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ? അത് വേണ്ട, എന്റെ മക്കളെ, യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കാൻ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൈ എനിക്ക് വിരോധമായിരിക്കുന്നത് കൊണ്ട് അത്ഭുതങ്ങൾക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കേണ്ട. നാച്ചുറൽ വഴിയിലൂടെ, മനുഷ്യരുടെ ചിന്താ വഴികളിലൂടെ 2 മരുമക്കൾ യാത്ര തിരിക്കണമെന്ന് അമ്മായിമ്മ ഉപദേശിക്കുകയാണ്. കാരണം പറയുന്നു, യഹോവയുടെ കൈ എനിക്ക് വിരോധമായിരിക്കുന്നത് കൊണ്ട് ഇനി ഒരു അത്ഭുതവും പ്രതീക്ഷിക്കേണ്ട. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ശക്തിയായ ഒരു കഥാപാത്രമാണ് നവോമി എന്ന് പറയുന്നത്. നവോമി ആമേൻ ഭർത്താവിൻ്റെ മരണത്തിലും ദൈവത്തിന് മക്കളുടെ മരണത്തിലും സ്തോത്രം തളർന്നു പോകാതെ ഒരു റൂത്ത് എന്ന് പറഞ്ഞ ഒരു സഹോദരിയെ ലോകത്തിന് മുമ്പിൽ ഉയർത്തുവാൻ ദൈവം ശക്തമായി ഉപയോഗിച്ച ഒരു സഹോദരി പോലും പറയുകയാണ്, എൻ്റെ ജീവിതത്തിലെ ദൈവപ്രവർത്തികൾക്ക് അവസാനം വന്നിരിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടായി എന്ന് ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ പിന്നീട് വായിക്കുമ്പോൾ അറിയാം, ദൈവപ്രവൃത്തി അവിടെ അവസാനിക്കുന്നില്ല എന്ന് വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ന്യായവിധിന്മാരുടെ പുസ്തകം 2 അധ്യായം 11 വാക്യം വായിക്കാം. നമുക്ക് മാത്രമല്ലേ ചിന്തയുണ്ടാകുന്നത്, ഇസ്രായേൽ മക്കൾക്കും ഈ ചിന്തയുണ്ടായി. എന്നാൽ ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. ഇസ്രായേൽ മക്കൾ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ തുടങ്ങി. 15 വാക്യം, യഹോവ അരുളി ചെയ്തതുപോലെയും യഹോവ അവരോട് സത്യം ചെയ്തിരുന്നത് പോലെയും യഹോവയുടെ കൈ അവർ ചെന്നിടത്തൊക്കെയും അനർത്ഥം
വരത്തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അവർക്ക് മഹാകഷ്ടമുണ്ടാകുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കളോട് വെച്ചാൽ പറയും, ഞങ്ങൾ അത്ഭുതങ്ങൾ കണ്ടിറങ്ങി വന്നവരാണ്, ഞങ്ങൾ അടയാളങ്ങൾ കണ്ടിറങ്ങി വന്നവരാണ്, അടിമ നുഖത്തിൽ നിന്ന് ഞങ്ങളെ വിടിവിച്ചതാണ്. എന്നാൽ ഇപ്പോൾ പറയുന്ന സ്തോത്രം, ആമേൻ, ഞങ്ങളുടെ പാപം മുഖാന്തരമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്ത് കാരണമായിക്കൊള്ളട്ടെ, സ്തോത്രം, ഞങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം, ആമേൻ, ദൈവത്തിന് സ്തോത്രം, കഷ്ടതകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതം നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇവിടെ എല്ലാം അവർ ചിന്തിക്കുന്നു, ഒരു പരിധിക്കപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ദൈവത്തെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. ഇതിനപ്പുറം പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എത്ര നാളുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, എത്ര നാളുകൊണ്ട് ഉപവസിക്കുന്നു. ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ ദൈവം ലിമിറ്റഡ് ഗോഡാണ്. സ്തോത്രം. ഞാൻ ദൈവമക്കളെ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്, ആമേൻ, പടം ആരംഭിച്ച് പകുതിയായതേ ഉള്ളൂ, ഇനി പകുതി കൂടെ പൂർത്തീകരിക്കാനുണ്ട്. സ്തോത്രം. ആമേൻ. പകുതിയാകുമ്പോൾ തീരുമാനത്തിലേക്ക് വരരുത്. ഒടുവിൽ എഴുതി കാണിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? ശുഭം. എല്ലാം നന്നായി അവസാനിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ശ്രമക്കൾ പറയുകയാണ്, എത്രയോ അത്ഭുതങ്ങൾ കണ്ടവരാണ്, പക്ഷെ ഇപ്പോൾ ദൈവത്തിൻ്റെ കരം ഞങ്ങൾക്ക് വിരോധമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി ഒരു വിടുതലില്ല എന്ന് അവർ ചിന്തിക്കണം. ആവർത്തനം 2-ാം അധ്യായം 15-ാം വാക്യം വായിക്കും. ഡ്യൂട്രോണമി 2:15. അനുസരണം കേട്ട തലമുറ മുടിഞ്ഞു തീരും വരെയും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഇസ്രായേൽ മക്കൾ ഇറങ്ങി വന്ന സമ്മിശ്ര ജാതിയും ഇസ്രായേൽ മക്കൾ തന്നെ വ്യാപരിച്ച അനുസരണം കേട്ട തലമുറ കൂടെ നടന്ന്, ആമേ, 40 വർഷം താമേ മരുഭൂമിയിലൂടെ നടന്ന് കറങ്ങി ആ അനുസരണം കേട്ട തലമുറ മുടിഞ്ഞു തീരുവോളം ദൈവത്തിൻ്റെ കൈ വിരോധമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ നടുവിൽ ഇസ്രായേൽ മക്കൾ വീണ്ടും നിലവിളിച്ചു പറഞ്ഞു, അയ്യോ, ഞങ്ങൾ മുടിഞ്ഞു പോകുന്നു, രക്ഷപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ നാളുകൾ കണ്ടതാണെങ്കിലും ഇപ്പോൾ എന്തുകൊണ്ട് അത് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ അനേക സാഹചര്യങ്ങളുടെ നടുവിൽ നീ സ്വയം പഴിക്കുകയും നീ സ്വയം തീരുമാനമെടുക്കുകയും നിന്നെ കൊണ്ട് വിശ്വാസത്തിൽ ഒരു ചൂടുവെക്കാൻ അനുവദിക്കാതെ പിശാചിന്റെ ചെവിയിൽ പറയും, നോക്കിക്കേ, ഇതിനപ്പുറമായി പ്രവർത്തിക്കുവാൻ നിന്റെ ദൈവത്തിന് കഴിയുമോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ചിലർ പനിയൊക്കെ ഒറ്റ പ്രാർത്ഥനയ്ക്ക് മാറും, ക്യാൻസർ മാറത്തില്ലേ? ദൈവത്തെ സംബന്ധിച്ചോളം ഒറ്റയതേ ഉള്ളൂ, അവൻ കൽപ്പിച്ചു, അവർ സൗഖ്യമായി. സ്തോത്രം. അവിടുത്തെ രോഗമല്ല പ്രശ്നം, ഇവിടുത്തെ കൽപ്പനയാണ് പ്രാധാന്യം. സ്തോത്രം. എന്ത് മനസ്സിലായത് നിങ്ങൾക്ക്? ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ചെറിയ രോഗമോ വലിയ രോഗമൊന്നും ദൈവത്തിനില്ല. ചെറിയ കടഭാരമൊന്നും വലിയ കടഭാരം ദൈവത്തിനില്ല. ആമേൻ. ചെറുതും വലുതും ദൈവത്തിനില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരൊറ്റ കൽപ്പനയാൽ സകലതും സാധ്യമായി മാറുകയാണ്. അതുകൊണ്ട് മോശയോട് ചോദിച്ചത്, നീ എന്ത് വിചാരിച്ചു? എൻ്റെ കൈ കുറുതായി പോയോ? നീ എൻ്റെ ലിമിറ്റഡ് ഗോഡായിട്ടാണ് നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആമേൻ. പരിമിതിയില്ലാതെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? ഒരു കാര്യം ഓർത്തോണം. എപ്പോഴാ ചെങ്കടലെല്ലാം കഴിഞ്ഞ ചോദ്യം ചോദിക്കുന്നു ഓർത്തോണം. ഭൂമിയിൽ അതുവരെ നടക്കാത്ത അത്ഭുതം നടന്ന വഴിയോട് നടന്നത് മോശയോടായി ചോദിക്കുന്നത്, നീ എന്ത് വിചാരിച്ചു എന്നെക്കുറിച്ച്? സ്തോത്രം. എന്താണ് ദൈവമക്കളുടെ ഹൃദയത്തിൽ വരേണ്ടതായ കാര്യങ്ങൾ? യോബിന്റെ പുസ്തകം 12-ാം അധ്യായം 9-ാം വാക്യം. ബുക്ക് ഓഫ് ജോബ്. യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവനാണ്. സ്തോത്രം. യഹോവയുടെ കൈ യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിലെ പ്രവൃത്തികൾ തിരിഞ്ഞു നോക്കിയ ശേഷം ഇന്നത്തെ പ്രശ്ന നടുവിൽ നീ സംശയം പ്രകടിപ്പിക്കുന്നുവെങ്കിൽ, ഇന്നത്തെ പ്രതികൂലത്തിൽ നീ അവിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തിന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇന്ന് വരെയും നടത്തിയ ദൈവമല്ലേ ഇന്ന് നിന്നെ നടത്തുവന്നതെന്ന് നീ എന്തുകൊണ്ട് ഗ്രഹിക്കുന്നില്ല? സ്തോത്രം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്നലകളിലെ ദൈവത്തിന് ഇന്ന് മാറ്റം വരാത്തോളം കാലം, ഇന്നലകൾ വിടിവിച്ചവന് ഇന്ന് മാറ്റം വരാത്തോളം കാലം ദൈവമക്കളുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉണ്ടാകേണ്ട വലിയ വിശ്വാസം ഒന്ന് ഇത് മാത്രമായിരിക്കണം. ഇന്നലെ വിടിവിപ്പാൻ ഇറങ്ങി തിരിച്ച ദൈവം ഇന്നും വിടിവിപ്പാൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. 2
യെശയ്യാ പ്രവചനം 59 അധ്യായം 1 വാക്യത്തിൽ 59:1 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. മോശയോട് ചോദിച്ചത്, എൻ്റെ കൈ അങ്ങ് ചെറുതായി പോയോ, ഷോർട്ടനായി പോയോ, ലിമിറ്റഡ് ആയി പോയോ? സ്തോത്രം. ഇനി സാധ്യമല്ല നീ വിചാരിച്ചുവോ? സ്തോത്രം. എന്നാൽ നീ വിശ്വസിക്കുക, ഇന്ന് നിന്നോട് താണ് പരിശുദ്ധാത്മാ ദൂത് പറയുന്നത്, രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം ഒരു ലിമിറ്റഡ് കോടതിയല്ല നീ സേവിക്കുന്നത്. ഏത് അതിന് വരെയും കടന്നു എന്ന് നിന്നെ വെടിപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. ദൈവത്തിന് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഓരോ ദിനവും വിശ്വാസത്തിൻ്റെതായ പരിശോധനയോട് നമ്മൾ കടന്നു പോകുമ്പോൾ, ആ വിശ്വാസത്തിൻ്റെതായ അനുഭവങ്ങൾ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ, ഈ പകൽക്കാലം മറന്നു പോകരുത്. ഓർത്തുകൊള്ളണം, ഇന്നലെ വരെ നീ രക്ഷ സ്നാനപ്പെട്ട നിമിഷം മുതൽ, ഇല്ലെങ്കിൽ വേണ്ട, നിന്റെ അമ്മയുടെ ഒരു ഉരുവായ നിമിഷം മുതൽ നിന്നെ നടത്തിയ ദൈവം ഇന്നലെ വരെ നടത്തുവാൻ വിശ്വസ്തനെങ്കിൽ ഇന്ന് നടത്തുവാൻ വിശ്വസ്തനെന്ന് നീ ഒന്ന് ഗ്രഹിക്കണം. അത് മാത്രമല്ല, ഒരിക്കലും ഒരു പരിധി വരെ പ്രവർത്തിക്കുന്ന ദൈവത്തെയല്ല ഞാൻ ആരാധിക്കുന്നത്, എനിക്ക് വേണ്ടി പരിധികളില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആഴമേറിയ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. സ്തോത്രം. നിങ്ങളിത് വിശ്വാസത്തോടെ ഈ ദൂത് ഏറ്റെടുക്കണം. ഇനി ദൈവത്തിൻ്റെ കൈ ദൈവസഭയിലെ മക്കൾക്ക് അനുകൂലമായി ദൈവം പ്രവർത്തിക്കുവാൻ പോവുകയാണ്. ചില പ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓർപ്പിച്ചതുപോലെ ദൈവം അവൈലബിൾ ആണ്, നിങ്ങളും അവൈലബിൾ ആയാൽ മാത്രം മതി. സ്തോത്രം. ദൈവം റെഡിയാണ്, നിങ്ങളും റെഡിയായാൽ മാത്രം മതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ്. അത് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് പറയുമ്പോൾ തന്നെ വലിയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ പകൽക്കാലം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു. ഞാൻ വിശ്വസിക്കുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് നമ്മെ ഓരോ വചനവും കേൾക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കാം. 17-18 വായിച്ചോ. 17 and 18. നെഹമ്യാവ്. യെരൂശലേം ശൂന്യമായും കാണുന്നുവല്ലോ. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത് ദൈവം ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, നിന്റെ ആത്മമണ്ഡലത്തിലും നിന്റെ ഭൗതിക മണ്ഡലത്തിലും ഇടിഞ്ഞും തകർന്നും കിടക്കുന്ന മണ്ഡലങ്ങളെ ദൈവം പണിതെടുക്കാൻ പോകുക. സ്തോത്രം. ചില സ്ഥലങ്ങൾ ഇടിഞ്ഞു കിടക്കുക. സ്തോത്രം. ചില സ്ഥലങ്ങൾ തീ വെച്ച് കരിഞ്ഞു കിടക്കുക. സ്തോത്രം. ആമേൻ, ആമേൻ. നീ പോലും അറിയാതെ നിന്റെ ആത്മമണ്ഡലത്തിലെയും ഭൗതിക മണ്ഡലങ്ങളിലെയും ആമേൻ തകർന്നും ആമേൻ നുറുങ്ങിയും ആമേൻ ഇടിഞ്ഞും കിടക്കുന്ന മണ്ഡലങ്ങളുടെ പലപ്പോഴും ശത്രു അകത്ത് വന്ന് നിന്റെ ആത്മമണ്ഡലത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ആമേൻ അനുഭവം കർത്താവ് കണ്ടതുകൊണ്ട് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഓരോ ദൈവമക്കളോടും പരിശുദ്ധാത്മാവ് പറയുവാനുള്ള ദൂത്, ആമേൻ, ദൈവം ഇടിഞ്ഞു കിടക്കുന്നതിനെയും തകർന്നു കിടക്കുന്നതിലെ മണ്ഡലങ്ങളെ ദൈവം പണിയാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കഴിഞ്ഞ നാളുകളുടെ പ്രാർത്ഥനാ മണ്ഡലം ഇടിഞ്ഞു കിടക്കുന്നെങ്കിൽ കർത്താവ് അത് പണിയുവാൻ പോകുക. സ്തോത്രം. കഴിഞ്ഞ നാളുകളിലെ സുവിശേഷ യാത്ര തകർന്നു കിടക്കുന്നതിൽ ദൈവം അത് പണിയുവാൻ പോകുക. സ്തോത്രം. ആമേൻ. നിന്റെ കുടുംബജീവിതം തകർന്നു കിടക്കുകയെങ്കിൽ ദൈവം അത് പണിയുവാൻ പോകുക. സ്തോത്രം. ആമേൻ. നിന്റെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്നെങ്കിൽ ദൈവം അത് പണിയുവാൻ പോകുക. സ്തോത്രം. എവിടെ ഇടിഞ്ഞും തകർന്നും ആമേൻ നിന്നെ നോക്കി സമൂഹവും ആമേൻ മനുഷ്യരും പരിഹസിക്കുന്ന മണ്ഡലമുണ്ടല്ലോ, അവിടെ ദൈവം പണിയുവാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഞങ്ങളുടെ ഭവനത്തോടുള്ള ബന്ധത്തിൽ
സ്തോത്രം. വലിയ പ്രതിസന്ധികൾ, സാമ്പത്തിക പ്രതികൂലങ്ങൾ കടന്നു വന്ന സമയത്ത് ഞങ്ങളുടെ ഭവനം ദൈവനാമത്തിന് വേണ്ടി എൻ്റെ മാതാവും പിതാവും തുറന്നു കൊടുത്തു. അന്ന് മുതൽ പ്രാർത്ഥന അവിടെ നടന്നുകൊണ്ടേയിരുന്നു. സ്തോത്രം. പലപ്പോഴും പ്രതിസന്ധിയുടെ നടുവിൽ ഞങ്ങൾ വിചാരിച്ചു 4 ആൺമക്കൾ ഇവരെ എങ്ങനെ പഠിപ്പിക്കും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചിന്തിച്ച സമയത്ത് ഉള്ളിൽ തുറന്നു വന്നൊരു സമയം അവർക്കറിയാം. വളരെ നല്ലൊരു ഏരിയയിലാണ് ഞങ്ങളുടെ ഭവനം ഇരിക്കുന്നത്. വിറ്റാൽ എപ്പോഴും നല്ല എമൗണ്ട് കിട്ടുന്ന സ്ഥലമാണ്. പപ്പ പറഞ്ഞു, സ്തോത്രം, നമുക്കിത് വിറ്റിട്ട് എന്ത് ചെയ്യാം? സ്തോത്രം. ഇതിനേക്കാൾ നല്ല വീട് വാങ്ങിയാൽ നമുക്ക് ലക്ഷങ്ങൾ ബാങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുകയും മുന്നോട്ട് യാത്ര ചെയ്യാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങളുടെ സാമ്പത്തിക മണ്ഡലം, ഞങ്ങളുടെ ആത്മമണ്ഡലം ഇടിഞ്ഞും തകർന്നു കിടക്കുന്നത് കർത്താവ് കണ്ടു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ആദ്യം ഓടിപ്പോകണമെന്ന് വിചാരിച്ച ഞങ്ങളുടെ ദേശത്ത് 4 ഭവനങ്ങൾ ഞങ്ങൾക്ക് ദൈവം തന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഭവനത്തിന്റെ വലുപ്പമല്ലേ പറയുന്നത്? ഓരോ ഭവനവും ദൈവനാമ മഹത്വമാണ്. ഈ ഭൂമിയിലെ ഭവനമല്ല. സ്തോത്രം. ഈ ഭൂമിയിലെ വലിയ ഉയർച്ചയുടെ കെട്ടിടങ്ങളല്ല ഞാൻ പറയുന്നത്. നീ ഓടിപ്പോകണം വിചാരിച്ചെങ്കിലും, നീ തകരുമെന്ന് വിചാരിച്ചെങ്കിലും, ഈ കുവൈറ്റ് വിടണം നീ പലപ്പോഴും ചിന്തിക്കുന്നെങ്കിലും, ഇവിടെ തന്നെ നിന്റെ തകർച്ചകളെ വീടുമേ എല്ലാം പണിതെടുത്ത് ദൈവം നിന്നെ മാനിക്കുവാൻ പോകുക. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എങ്ങനെയും അങ്ങ് പോയാൽ മതി, എങ്ങനെ ഈ പ്രാർത്ഥന നിർത്തിയാൽ മതി, എങ്ങനെ നിന്നെ ഓടിച്ചകത്തിയാൽ മതി. ശത്രുവിന്റെ ആഗ്രഹം ഇതാ. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഒരുത്തൻ നിലവിളിയോട് എഴുന്നേറ്റു. നെഹമ്യാവ് നിലവിളിയോട് എഴുന്നേറ്റ്. സ്തോത്രം. ആമേൻ. അതിന്റെ 1-4 വാക്യങ്ങൾ വായിച്ച്. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷം അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരൂശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത്, എല്ലാം തകർന്നും ഇടിഞ്ഞും തീക്കിരയായി കിടക്കുന്ന കണ്ടുകൊണ്ട് ഞാൻ നിലവിളിയോടെ അങ്ങ് ഓടിപ്പോയില്ല. നിലവിളിയോടെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വന്നിട്ട് എൻ്റെ അപ്പനോട് ഞാൻ നിലവിളിച്ച ഒരു കാര്യം പറഞ്ഞു. എന്താ കാര്യം എന്നറിയാമോ? പിതാവേ, ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നിനക്കിപ്പോഴും കഴിയും. സ്തോത്രം. അവൻ നോക്കിയാൽ എല്ലാം നെഗറ്റീവാ, പക്ഷെ നെഹമ്യാവിന്റെ അകത്ത് ഒരു പോസിറ്റീവ് എനർജി വ്യാപരിച്ചു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. നോക്കിയാൽ എല്ലാം നെഗറ്റീവാ, പക്ഷെ നെഹമ്യാവിന്റെ അകത്ത് ഒരു പോസിറ്റീവ് എനർജി വ്യാപരിച്ചു. ഇന്ന് പകൽ നിന്റെ അകത്ത് ഒരു പോസിറ്റീവ് എനർജി വ്യാപരിക്കേണ്ട. സ്തോത്രം. എന്താ പോസിറ്റീവ് എനർജി? സ്തോത്രം. ഇടിഞ്ഞും തകർന്നു കിടക്കുന്ന മണ്ഡലത്തെ എന്റെ കർത്താവ് പണിയുവാൻ പോവുകയാണ്. സ്തോത്രം. കഴിഞ്ഞ നാളുകളെക്കാളും മനോഹരമാക്കിയത് മാറ്റുവാൻ പോവുകയാണ്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചേ. ഒരാൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചപ്പോൾ ഉണ്ടല്ലോ, എന്താ സംഭവിച്ചെന്നറിയാമോ? 2-20 വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ദൈവത്തിന് സ്തോത്രം. ആരാ എഴുന്നേറ്റത്? നെഹമ്യാവ് എഴുന്നേറ്റത്. സ്തോത്രം. ഒരുവന്റെ അകത്ത് പോസിറ്റീവ് എനർജി വ്യാപരിച്ചപ്പോൾ അവിടെയുള്ള ദൈവമക്കളുടെ അകത്ത് മുഴുവനും ആ എനർജി വ്യാപരിച്ചു. സ്തോത്രം. നിന്റെ കുടുംബം തകരുമെന്ന്, നിന്റെ ആത്മീയം തകരുമെന്ന്, നിന്റെ കുഞ്ഞുങ്ങൾ തകരുമെന്ന് ലോകം പറഞ്ഞാലും നെഹമ്യാവിനെ പോലെ നീ പോസിറ്റീവാണ്. നീ ഒരാൾ പറഞ്ഞാൽ മതി, മുഴുവനെ പോസിറ്റീവാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി നടക്കുവാൻ പോകുക. സ്തോത്രം. ഇപ്പൊ പറയും, ഞങ്ങൾ ദാസന്മാരെന്ത് ചെയ്യും? എഴുന്നേറ്റ് പണിയും. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ അകത്തല്ല പോസിറ്റീവ് എനർജി നടന്നു. ഇനിയിപ്പോൾ ഇവനെ തടയാൻ പറ്റുകയില്ല. ഇവൻ സ്തോത്രം, ഇവൻ പണിയെന്ന് പറഞ്ഞ ശത്രു മാറിയിരിക്കുകയില്ല. 4-ാം അധ്യായം 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും കൊണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്ത് ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തുകിടക്കുന്ന ചട്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ ഈ കിടക്കുന്ന വേസ്റ്റിനകത്തുനിന്ന് തകർന്ന് ഇടിഞ്ഞും കിടക്കുന്ന ഒരു കല്ലുണ്ടെന്ന് പോലും പറയാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഇതിനകത്ത് നിന്ന് അവർ പണിയുമോ? നീ പോയി പണി നോക്കണം, ഞങ്ങൾ ഇവരെ കണ്ടിട്ടില്ല. നമ്മളെ പരിഹസിക്കാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഒരു കാര്യം ഓർത്തോണം, നിനക്കത് പരിഹാസമാണെങ്കിലും അത് ശത്രുവിന്റെ ഭയമാ. സ്തോത്രം.
ആമേൻ. നീ കേൾക്കുന്ന എന്തെന്നറിയാമോ? അയ്യോ, ഇവൻ പ്രാർത്ഥനക്കാരനാ, ഇവന് നല്ല ജോലി കിട്ടുമോ? ഇവള് പ്രാർത്ഥനക്കാരിയാ, ഇവൾക്ക് നല്ല ഉയർച്ച ലഭിക്കുമോ? ആമേ, ഇവൾ എത്ര നാൾ ഭാഷ എന്ത് കിട്ടിയെന്ന് പരിഹാസത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നിന്റെ ഉയർച്ചയെ കുറിച്ചുള്ള ശത്രുവിന്റെ ഭയമാണെന്ന് ഓർത്തുകൊണ്ട് പരിഹാസത്തെ നീ ഹല്ലേലൂയ ദൈവത്തിന് മഹത്വമാക്കി മാറ്റണം. സ്തോത്രം. ഈ പരിഹാസം കേട്ടിച്ച് അവര് പണിയും നിർത്തിയില്ല. സ്തോത്രം. 6-ാം 15-16 വാക്യങ്ങൾ വായിച്ചേ. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. 52 ദിവസം കൊണ്ട് പണിത് തീർത്തു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒത്തിരി വായിക്കാനുണ്ട്. ശത്രു പല വിധത്തിൽ പോരാടിക്കൊണ്ടിരുന്ന സ്തോത്രം. പോരാടും തോറും പണി തീർന്നു. എന്താ കാരണം അറിയാമോ? 18-ാം വാക്യത്തിൽ വായിച്ചു, എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു. സ്തോത്രം. ആമേൻ. സകലരും പ്രതികൂലമായെങ്കിലും എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായത് കൊണ്ട് ആമേൻ പണിത് തീർത്തു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യം. അവർ തങ്ങൾക്ക് അല്പന്മാരായി തോന്നി. ഞങ്ങളുടെ സകല ശത്രുക്കളും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ ആകെ ഭയപ്പെട്ടു. അവർ തങ്ങൾക്ക് തന്നെ അല്പന്മാരായി തോന്നി. ഈ പ്രവൃത്തി ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് അവർ ഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ പ്രവൃത്തി ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ ദൈവത്തിന്റെ സഹായത്താൽ സാധ്യമായി എന്ന് ഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാലും അസാധ്യമായെന്ന് അവർ കരുതിയത് സാധ്യമാക്കണമെങ്കിൽ ശത്രു പോലും പറയുക, ഇത് ദൈവത്താൽ സാധിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവിടെ കൊണ്ടല്ല ദൈവത്തിന്റെ മഹത്വം. 7-ാം വാക്യം 1-ാം വാക്യത്തിൽ വായിച്ചേ. എന്നാൽ മതിൽ പണി തീർത്ത് കതകുകൾ തീർത്തു കതകുകൾ വെക്കുകയും. അപ്പോൾ എന്തൊക്കെയാ? കഥകളെല്ലാം തീക്കിരയാകുകയും മതില് തകർന്നു കിടക്കുകയും ചെയ്തപ്പോൾ ഇപ്പൊ എന്ത് ചെയ്തു? മതിലും പണിതു, കഥകൾ വെക്കുകയും ചെയ്തു. സ്തോത്രം. വാതിൽ കാവൽക്കാരെയും ഒരു നിൽക്കട്ടെ. കരഞ്ഞത് എന്തിനു വേണ്ടിയാ? കർത്താവേ, തകർന്ന മതിലൊന്ന് പണിയണം. കരഞ്ഞത് എന്തിനു വേണ്ടിയാ? കരിഞ്ഞുപോയ വാതിലൊന്ന് പണിയണം. ഇറങ്ങി തിരിച്ച് എന്തിനു വേണ്ടിയാ? കതകും വാതിലും പണിയണം. സ്തോത്രം. എന്നാൽ നിന്റെ അകത്ത് പോസിറ്റീവ് എനർജി നൽകി നിന്നെ ഒരു ചൂടുവെക്കാൻ കൽപ്പിച്ച് എന്തിനെന്നറിയാമോ? നിന്റെ ഇടിഞ്ഞു കിടക്കുന്ന മണ്ഡലം പണിതെടുക്കുവാൻ മാത്രമല്ല, ആമേൻ, പണിതീർത്തി ചെയ്തു. വാതിൽ കാവൽക്കാരെ, സംഗീതക്കാരെയും പ്രാർത്ഥനക്കാരെ ദൈവം നിയോഗിച്ചു. എവിടെ നിന്ന്? തകർന്ന നിന്റെ കുടുംബത്തിൽ നിന്ന് പ്രാർത്ഥനാ വീരന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. തകർന്ന നിന്റെ സഭയിൽ നിന്ന് പ്രാർത്ഥനാ വീരന്മാരെ എഴുന്നേൽപ്പിച്ചു. തകർന്ന നിന്റെ ആത്മമണ്ഡലത്തിൽ നിന്ന് നിന്നെ ഒരു പ്രാർത്ഥനാ വീരനാക്കി മാറ്റി. സ്തോത്രം. അവിടെ കൊണ്ട് തീർന്നില്ല. അടുത്ത വാക്ക്, ലേവ്യരെയും നിയമിക്കുകയും ചെയ്തു. സംഗീതക്കാരെ നിയമിച്ചു. ആമേൻ, ആമേൻ. തമ്മിലടിയും കൊലപാതകവും എല്ലാം നടക്കുമെന്ന് കരുതിയതിന്റെ ഭവനത്തിൽ, മദ്യപാനം നടന്ന ഭവനത്തിൽ, മോശമായ കാര്യങ്ങൾ നടന്ന ഭവനത്തിൽ സംഗീതക്കാരെ നിയമിച്ചു. ആരാധനയുടെ ശബ്ദം ഉയരുവാൻ തുടങ്ങി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അടുത്ത വാക്ക് പറയുന്നു, ലേവ്യരെ നിയമിച്ചു. അയ്യോ, 2 വാക്ക് പറയാൻ കഴിവില്ലാത്ത നിന്നെ, യേശു ആരെന്ന് തിരിച്ചറിയാൻ പോലും കഴിവില്ലാത്ത നിന്നെ, കുലഹീനമായ നിന്നെ, നികൃഷ്ടമായ നിന്നെ ദൈവത്തിന്റെ ആലയത്തിന് ശുശ്രൂഷകനായി ദൈവം നിയമിച്ചു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തകർന്നു കിടന്ന മണ്ഡലത്തെ ദൈവം പണിതെടുക്കാൻ പോവുക. നീ അവൈലബിൾ ആണോ? നീ അവൈലബിൾ ആണോ? സ്തോത്രം. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വലിയതാ. സ്തോത്രം. അതുകൊണ്ട് എല്ലാം പ്രതികൂലമായപ്പോഴും ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമായത്. സ്തോത്രം. സ്തോത്രം. ഒരുവന്റെ അകത്ത് വ്യാപരിച്ച ദൈവശക്തി, ഒരുവന്റെ അകത്ത് വ്യാപരിച്ച ദൈവകൃപ, ആമേൻ, അനേകർക്ക് വിടുതലിന് കാരണമായി തീർന്നു. അനേകർക്ക് ആശ്വാസത്തിന് കാരണമായി തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. നഷ്ടപ്പെട്ടത് മടക്കി തരിക മാത്രമല്ല, ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ഭവനത്തിന്റെ എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞിടത്ത്, ആമേൻ, ഹല്ലേലൂയ, വാതിൽ കാവൽക്കാരെയും പ്രാർത്ഥനാ അനുഭവത്തെയും ആരാധന അനുഭവത്തെയും ദൈവിക ശുശ്രൂഷ അനുഭവത്തെയും
ദൈവം നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. ആമേൻ. ഹല്ലേലൂയ. 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 ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവം ആദ്യം ചെയ്യാൻ പോകുന്നത് ഇടിഞ്ഞു കിടക്കുന്ന മണ്ഡലത്തിൽ നിന്ന് പണിതെടുക്കാൻ പോവുകയാണ്. ഒരു കാര്യം ദൈവം കൂടെ പറയാൻ മക്കളെ, ഒരു പ്രതികൂലം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഓർത്തോണം, ഒരു റീകൺസ്ട്രക്ഷൻ നടക്കാൻ പോവുകയാണ്. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. റീകൺസ്ട്രക്ഷൻ നടക്കാൻ പോവുകയാണ്. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പഴയ വീട് പൊളിച്ചിട്ട് പുതിയ എങ്ങനെ പണിയുന്നത്? നേരെ പഴയ വീട് എന്ത് ചെയ്യും? അങ്ങ് തട്ടിപ്പൊളിക്കും, എന്നിട്ടേ പുതിയത് വരികയുള്ളൂ. സ്തോത്രം. ഒരു റീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. പുതിയത് വെളിപ്പെടുവാൻ പോകുന്നു. സ്തോത്രം. ഇനി കാണാൻ പോകുന്ന പഴയ മതിലല്ല, ഇനി കാണാൻ പോകുന്ന പുതിയ കഥകല്ല. സ്തോത്രം. അയ്യോ, തകരുവാൻ സാധ്യതയുള്ള മതിലായിരുന്നല്ലേ, കത്തുവാൻ സാധ്യതയുണ്ടായിരുന്ന കഥകായിരുന്നല്ലേ, ഇപ്പോൾ തകരുവാൻ കഴിയാത്തൊരു മതിലും ഫയർ പ്രൂഫായ കഥവും വെച്ച് പുതിയത് വെളിപ്പെടുത്തുവാൻ പോകും എന്ന് പറഞ്ഞ മനസ്സിലാക്കുക. സ്തോത്രം. ഇനി ഒരിക്കലും ആ ശക്തി നിന്റെ തന്നെ വരാതിരിക്കത്തക്കവണ്ണം നമ്മെ സുരക്ഷിതമായി ദൈവം നിന്റെ കുടുംബം, നിന്റെ ആത്മമണ്ഡലം പണിതെടുക്കാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എസ്രായുടെ പുസ്തകം 8-ാം അധ്യായം 31-32 വാക്യങ്ങൾ. ബുക്ക് ഓഫ് എസ്രാ ചാപ്റ്റർ 8 31-32. യെരൂശലേമിൽ പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തു രക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരൂശലേമിൽ എത്തി അവിടെ 3 ദിവസം പാർത്തു. ദൈവത്തിന് സ്തോത്രം. നമ്മളിങ്ങനെ വായിച്ചിരിക്കുകയായിരുന്നു. ആമേൻ. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നുകൊണ്ട് ശത്രുവിന്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നതിന്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്ത് രക്ഷിച്ചു. ഞങ്ങൾ എവിടെ എത്തണമോ അവിടെ ഞങ്ങളെത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇടിഞ്ഞതും തകർന്നതും പണിത ശേഷം രണ്ടാമത് ചെയ്യാൻ പോകുന്നൊരു വിഷയം, ആ പണിതെടുക്കുന്ന നിമിഷം മുതൽ മുന്നോട്ട് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ഉടമയാക്കി ദൈവത്തിനെ മാറ്റാൻ പോകുക. സ്തോത്രം. ആമേൻ. നീ ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെട്ടാൽ അടുത്ത ലക്ഷ്യസ്ഥാനം എത്തും. ഇപ്പോൾ അങ്ങനല്ല. പുറപ്പെടാൻ തീരുമാനം എടുത്താൽ പുറപ്പെടത്തുമില്ല, പുറപ്പെട്ടാൽ പകുതിയാകുമ്പോൾ തിരിച്ചെന്ത് ചെയ്യും? നീ പോരുകയും ചെയ്യും. ജയിക്കാൻ പറ്റുന്നില്ല. ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ആത്മീയം നയിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ലെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. സ്തോത്രം. ദൈവം ഒരു വാഗ്ദത്തം തരികയാണ്. ദൈവത്തിന്റെ കൈ നിനക്ക് അനുകൂലമായതുകൊണ്ട് നീ എവിടെ എത്തണമെന്ന് ദൈവം കൽപ്പിച്ചിരിക്കുന്നുവോ അവിടെ എത്തുവാൻ തക്കവണ്ണം ദൈവം നിന്നെ നടത്തുവാൻ പോകുക. എന്താണ് നടപ്പിന്റെ പ്രത്യേകത? ജയകരമായ ആത്മീയ ജീവിതം. സ്തോത്രം. ആരായിരുന്നു നിന്നെ തോൽപ്പിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ വായിച്ച ഇങ്ങനെയാണ്. സ്തോത്രം. ആമേൻ. നിന്റെ ശത്രു നിന്നെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു, വഴിയിൽ പതിയിരുന്നവരെ തോൽപ്പിച്ചുകൊണ്ടിരുന്നു. സ്തോത്രം. ശത്രു ആരാണ്? നിനക്ക് വിരോധമായി സംസാരിക്കുന്നവൻ. വഴിയിൽ പതിയിരിക്കുന്നതാണ് നിന്നെ അപകടമുണ്ടാക്കി ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നവൻ. ഇതിൽ നിന്നെല്ലാം ദൈവം നിന്നെ വിടുവിച്ചെന്നറിയാമോ? സ്തോത്രം. ഇനി നിനക്ക് അങ്ങനെ ഒരു ആപത്തുണ്ടാകില്ലെന്ന് മാത്രമല്ല, ഇനി ശത്രു നിനക്ക് എതിർക്കില്ലെന്ന് മാത്രമല്ല, നീ എത്തേണ്ട സ്ഥാനത്ത് എത്തോളം ദൈവം നിന്നെ നടത്തും. സ്തോത്രം. എന്താണ് കാരണം? ആ 8-ാം അധ്യായം തന്നെ 21 മുതൽ വായിച്ചു. അനന്തരം ഞങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിനരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. ഞങ്ങളുടെ ദൈവത്തിന്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം. എന്താണ് ജയകരമായ ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യേകത? ദൈവം ഒരു കാര്യം തെളിയിക്കാൻ പോകുക. ദൈവത്തിനായി ജീവിക്കുന്നവർക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ആരാണ് അനുകൂലമായി നിൽക്കുന്നതെന്നും ആരാണ് പ്രതികൂലമായി നിൽക്കുന്നതെന്നും, ആമേൻ, ആര് ദൈവത്തെ അന്വേഷിക്കുന്നതെന്നും ആര് ഉപേക്ഷിക്കുന്നുവെന്നും ദൈവം എന്ത് ചെയ്യാൻ പോവുക? വെളിപ്പെടുത്താൻ പോവുക. ചിലർ പ്രാർത്ഥനയിലൊക്കെ വന്നു എല്ലാ നന്മകളും പ്രാപിച്ചെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്നൊരു ചിന്ത, ഞങ്ങളുടെ പഴയ കൊന്ത, ഞങ്ങളുടെ പഴയ കുന്തിരിക്കം, ഞങ്ങളുടെ പഴയ പെരുന്നാൾ, അയ്യോ സെബസ്ത്യാനോസ്, അയ്യോ സ്തോത്രം, എൻ്റെ ദൈവമേ
എന്തെല്ലാം കാര്യങ്ങളാണ്. സ്തോത്രം. കാരണം എല്ലാം എന്ത് ചെയ്തു? നാട്ടിൽ പറയും കഴിച്ചിട്ട് എന്ത് ചെയ്തു? കഴിച്ചു എന്ത് ചെയ്തു? എല്ലിനിടെ കയറി. എല്ലിനിടെ കയറിയപ്പോൾ കുത്തലുണ്ടായെന്ന് പറഞ്ഞതുപോലെ എല്ലാം കിട്ടി. ഞങ്ങളുടെ ആത്മീയ സമൃദ്ധി എല്ലാം ജോലിയുമായി വീടുമായി കൂടുമായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്തു? സ്തോത്രം. പഴയതിലെല്ലാം ഓർത്തു. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നവനെ അനുകൂലമായും ദൈവത്തെ ഉപേക്ഷിക്കുന്നവനും പ്രതികൂലമായി ദൈവം പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രതികൂലം ചിന്തിക്കുവാനും നശിപ്പിക്കാനല്ല പോകുന്നത്, ഉപേക്ഷിച്ചവനെയും ദൈവം അനുകൂലമാക്കി മാറ്റാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നതിന് അനുകൂലമായും ദൈവത്തെ ഉപേക്ഷിക്കുന്നവനെ പ്രതികൂലമായി നിൽക്കാൻ പോവുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഒരു അഭിഷിക്തൻ കഴുതപ്പുറത്ത് പോയപ്പോഴത്തേക്കും ദൈവതലത്തെ വഴിയെ പോയപ്പോൾ ദൂതൻ എന്ത് ചെയ്തു? അവന് പ്രതികൂലമായി നിന്നു. എങ്ങനെ പ്രതികൂലമായി നിന്നിട്ട് പറഞ്ഞു? നിന്റെ യാത്ര തെറ്റാണെന്ന് അഭിഷിക്തനെ ബോധ്യപ്പെടുത്തി കൊടുത്തു. അഭിഷിക്തൻ മാനസാന്തരപ്പെട്ടതുപോലെ ദൈവത്തിനെ അന്വേഷിക്കുന്നവരെ ഉയർത്തുകയും ദൈവത്തെ ഉപേക്ഷിക്കുന്നതിന് ആരെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തുകൊണ്ട് ദൈവം അന്വേഷിക്കുന്നവരെ മാനിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. അതിന്റെ 23-ാം വാക്യം വായിച്ചിട്ട് 23 വായിച്ചേ. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അവൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. അനുകൂലമായി നിൽക്കുന്നവന്റെ, ദൈവത്തെ അന്വേഷിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. മലാക്കി പ്രവൃത്തി പറയുന്നുണ്ട് 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിച്ചേട്ടെ. മലാക്കി പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യങ്ങൾ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. ഒരപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. എങ്ങനെ? എന്തുകൊണ്ടാ? കാരണം അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നതിനും സേവിക്കാത്ത നമ്മളുടെ വ്യത്യാസം വീണ്ടും കാണും. ദൈവത്തിന് സ്തോത്രം. ഒരു മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നിന്നെ ഭൂമിയിൽ ആദരിക്കും. നിന്നെ ആദരിക്കുന്ന കാണുമ്പോൾ ലോകം വിളിച്ചു പറയും, യോ ഇവനെ ആദരിച്ചത് മനുഷ്യനല്ല, ഇവനെ ആദരിച്ചത് ദൈവമാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ മരണം കണ്ട ശതാധിപൻ വിളിച്ചു പറഞ്ഞു, അയ്യോ ഇവൻ പരാജയപ്പെട്ടതല്ല വിളിച്ചു പറഞ്ഞത്, ഇവൻ ദൈവപുത്രൻ തന്നെ. സത്യം. സ്തോത്രം. നിന്റെ പരാജയങ്ങളിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് ദൈവത്തിനെ നടത്തുവാൻ പോകുക. ഒന്നോർത്തുകൊള്ളുക. സ്തോത്രം. ഒരപ്പൻ മകനെ ആദരിക്കുന്നത് പോലെ ദൈവം നിന്നെ ആദരിക്കും. വ്യത്യാസം ദൈവം വെളിപ്പെടുത്താൻ പോവുക. നീ ഇറങ്ങി തിരിച്ചെങ്കില് പലരും ഇറങ്ങി തിരിച്ച് പറഞ്ഞാൽ നിൽക്കുന്നത്, പക്ഷേ ഇറങ്ങി തിരിച്ചതിന്റെ വ്യത്യാസം ദൈവം നമ്മുടെ ഇടയിൽ വെളിപ്പെടുത്താൻ പോവുക. സ്തോത്രം. ഇപ്പോൾ ഇരുന്ന ചോദ്യം എന്താ? നീ പ്രാർത്ഥിക്കുന്നവനല്ലേ? നീ പ്രാർത്ഥിക്കുന്നവളല്ലേ? എന്തുകൊണ്ട് നിന്റെ ജീവിതത്തിൽ, എന്തുകൊണ്ട് നിന്റെ ഭവനത്തിൽ, എന്തുകൊണ്ട് നിന്റെ തലമുറയിൽ ചോദ്യം ഉയരുന്നെങ്കിൽ ഓർത്തുകൊള്ളുക. ആമേൻ. സ്തോത്രം. ഒരു വ്യത്യാസം വെളിപ്പെടുത്തണമെങ്കിൽ, ആ വ്യത്യാസം വെളിപ്പെട്ടു വരണമെങ്കിൽ ഇന്നൊരു പരാജയത്തിന് ഇരുന്നാൽ സാരമില്ല, നാളെ ജയകരമായി അത് വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. പുറപ്പാട് 9-ാം അധ്യായം 1 മുതൽ 6 വരെ വാക്യം വായിച്ചേ. പുറപ്പാട് 9-ാം അധ്യായം. എക്സോഡസ് ചാപ്റ്റർ 9:1-6. യഹോവ പിന്നെയും മോശെയോട് കൽപ്പിച്ചത്, നീ ഫറവോന്റെ അടുക്കൽ ചെന്ന് അവനോട് പറയേണ്ടത്, എബ്രായരുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. അപ്പോൾ ഇസ്രായേൽ മക്കളെ വിട്ടയക്കുക. മിസ്രയീമിനെ നീ എന്ത് ചെയ്യുക? കൈവച്ചു. എനിക്ക് ആ വ്യത്യാസം ഒന്ന് വെളിപ്പെടുത്തണം. എങ്ങനെ വെളിപ്പെടുത്തും? വായിച്ചു. വിട്ടയപ്പാൻ സമ്മതിക്കാതെ ഇനിയും അവരെ തടുത്തു നിർത്തിയാൽ യഹോവയുടെ കൈ പ്രവൃത്തി നീ കാണും. എന്താണ്? കുതിര, കഴുത, ഒട്ടകം, കന്നുകാലി, ആട് എന്നിങ്ങനെ വയലിൽ നിനക്കുള്ള മൃഗങ്ങളിൽ മേൽ വരും. അതികഠിനമായ വ്യാധി ഉണ്ടാകും. മൃഗങ്ങളിൽ വ്യാധി വരും. സ്തോത്രം. ഓക്കെ, അടുത്ത വാക്യം. യഹോവ ഇസ്രായേലിന്റെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. സ്തോത്രം. അടുത്ത വാക്യം. ഇസ്രായേൽ മക്കൾക്കുള്ള സകലത്തിലും ഒന്നും ചാകുകയില്ല.
നാളെ യഹോവ ഈ കാര്യം ദേശത്ത് ചെയ്യുമെന്ന് കൽപ്പിച്ച സമയം കുറിച്ചിരിക്കുന്നു. അങ്ങനെ പിറ്റേ ദിവസം യഹോവ ഈ കാര്യം ചെയ്തു. മിസ്രയീമ്യരുടെ മൃഗങ്ങളെല്ലാം ചത്തു, ഇസ്രായേൽ മക്കളുടെ മൃഗങ്ങളോ ഒന്നുപോലും ചത്തില്ല. ദൈവത്തിന് സ്തോത്രം. സന്തോഷിക്കുന്ന ദൂത് ഞാൻ പറഞ്ഞുതരാം. കർത്താവ് എന്നെ കാണുന്നുണ്ടെന്ന് പലപ്പോഴും ചോദിക്കത്തില്ലേ? കർത്താവ് എൻ്റെ വേദന അറിയുന്നുണ്ടോ ചോദിക്കുന്നില്ലേ? സ്തോത്രം. നിന്നെ മാത്രമല്ല, നിന്റെ വീട്ടിലുള്ള മൃഗങ്ങളെ വരെ ആർക്കറിയാം? സ്തോത്രം. ഒന്ന് ധ്യാനിച്ചാൽ ഇപ്പോൾ സ്തോത്രം വരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിന്നെ മാത്രമല്ല, മൃഗങ്ങള് പശുവിന് പോത്തിന് ഇസ്രായേലിൽ ജാതി നൂലുണ്ടോ? അത് മൃഗം, പക്ഷേ നിന്റേതാണുള്ളതുകൊണ്ട് അതിന് വ്യാധി വന്നില്ലെന്ന് പിന്നെ നിനക്കങ്ങനെ വരും. സ്തോത്രം. ആത്മാവിൽ ഗ്രഹിക്കണം ഇത്. ദൈവത്തിന് മഹത്വം. സ്തോത്രം. നിന്റെ ഭവനത്തിലുള്ള മൃഗങ്ങളെയും നിന്റെ ഭവനത്തിലുള്ള പറവകളെയും സകലത്തെയും അറിയുന്ന ഒരു ദൈവം. സ്തോത്രം. അവരെ നിന്നെ മാത്രമല്ല, അവരെ ദൈവം വേർതിരിച്ചിരിക്കുക. സ്തോത്രം. നീ വെറുതെ കരയരുത്, നീ വെറുതെ മോങ്ങരുത്. സ്തോത്രം. അത് ശത്രുക്കൾ ചിരിച്ചോണ്ടിരിക്കുക. നീ പറയണം സ്തോത്രം, എന്റെ ഭവനത്തിലെ മൃഗങ്ങളെ അറിഞ്ഞൊരു ദൈവം, അവരെ സൂക്ഷിക്കുന്ന ഒരു ദൈവം. ആർക്ക് വേണ്ടിയ മൃഗങ്ങളെ സൂക്ഷിച്ചത്? നിന്നെ ഓർത്ത മൃഗങ്ങളെ സൂക്ഷിച്ചെങ്കിൽ നിന്നെ എത്ര അധികമായി ദൈവം ഓർക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. റോമാലേഖനത്തിൽ പറയുന്നത്, ഇതെല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇതെല്ലാം അവസാനം എന്തായി ഭവിക്കുന്നു? നന്മയ്ക്കായി സംഭവിക്കും. സ്തോത്രം. ദൈവത്തെ സേവിച്ച നിന്റെ ഇടിഞ്ഞും തകർന്ന മണ്ഡലത്തെ പണിതെടുക്കുന്ന ദൈവം രണ്ടാമത് വെളിപ്പെടുത്താൻ പോകുന്നു. നീ ദൈവത്തിൻ്റെതാണെന്ന്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജോലി സ്ഥലത്ത്, നീ എവിടെല്ലാം കടന്നു പോകുന്ന ഇടങ്ങളിൽ ദൈവം നിന്നെ ആദരിക്കുവാൻ പോകുക. സ്തോത്രം. നാളെ ഇന്ന് നിന്റെ തകർച്ച കണ്ടോ പറയും, അയ്യോ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. എന്താ ആ സഹോദരൻ്റെ അവസ്ഥ കണ്ടോ? ഈ സഹോദരിയുടെ അവസ്ഥ കണ്ടോ? നാളെ ദൈവം പറയിക്കാൻ പോകുന്നു, കർത്താവേ, അങ്ങേ സേവിക്കുന്നവരുടെ വിജയം എത്ര മനോഹരം. സ്തോത്രം. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ കുടുംബം പണിയപ്പെടുമെന്ന്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ തലമുറകൾ നന്നാവുമെന്ന്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഈ കടഭാരത്ത് നിന്ന് പുറത്തു വരുമെന്ന്. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇവൻ ദൈവനാമത്തിന് വേണ്ടി ജീവിക്കുമെന്ന്. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, നിന്റെ വിടുതൽ എത്ര മനോഹരമെന്ന് ജാതികൾ പോലും ഇതിനെ നോക്കി പറയുവാൻ തുടങ്ങും. സ്തോത്രം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. മൂന്നാമതായി ദൈവം പറഞ്ഞ് പ്രാർത്ഥിക്കുക. എസെക്കിയേൽ പ്രവചനം 37-1 വാക്യം. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. ആത്മമണ്ണ് ഇടിഞ്ഞു കിടന്ന മണ്ഡലം പടുതെടുത്ത് ദൈവത്തെ സേവിക്കുന്നതിനാണ് നീ എന്ന ലോകത്തിന് നടുവിൽ വെളിപ്പെടുത്തിയ ശേഷം നീ ബെൻസുകാരെ കയറി പോകാതെ വിചാരിക്കുന്നെങ്കിൽ നിന്നെ കാറെ കയറ്റാതെ മറ്റൊരു വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. നിന്റെ ലക്ഷ്യം എന്തോ? ഇനി ബെൻസുകാരനെ കയറി എല്ലാ പ്രശ്നങ്ങളും മാറി ദൈവം എന്നെ മാനിച്ച് ആദരിച്ച് സ്തോത്രം ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നിന്റെ ഇഷ്ടത്തിന് പോകാൻ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ വായിച്ചു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവ് എന്ത് ചെയ്തു? എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. മൂന്നാമത് ദൈവം ചെയ്യാൻ പോകുന്ന കാര്യം, നിന്നെ പുതിയ ശുശ്രൂഷ മണ്ഡലത്തിലേക്ക് ദൈവം നയിക്കാൻ പോവുക. സ്തോത്രം. ആമേൻ. ഇടിഞ്ഞു കിടന്ന് പണിതെടുത്തിട്ട് നിന്റെ മേൽ അഭിഷേകത്തിന് അധികാരം പകർന്ന് ദൈവം നിന്നെ പുതിയ ആത്മമണ്ഡലത്തിലേക്ക് നയിക്കാൻ പോവുക. സ്തോത്രം. എന്താ പ്രത്യേകത? സ്തോത്രം. ഒന്നാമത്തെ പ്രത്യേകത, ഹല്ലേലൂയ, നീ ഇതുവരെ പോകാത്ത ഇടത്തേക്ക് കൊണ്ടുപോകാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. 2, ഇതുവരെ ആരും പോകാത്ത ഇടത്തേക്ക് കൊണ്ടുപോകാൻ പോവുക. സ്തോത്രം. 3, ഇതുവരെ ആരും ചെയ്യാത്തത് ചെയ്യിക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുക. നീ ഇതുവരെ പോയിട്ടില്ല, ഇതുവരെ ആരും പോയിട്ടില്ല, ഇതുവരെ നീ അത് ചെയ്തിട്ടുമില്ല. സ്തോത്രം. ദൈവം നിന്നെ ചെയ്യിക്കാൻ പോവുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. 2-ാം വാക്യത്തിൽ വായിച്ചു.
അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവരുടെ ഇടയിൽ കൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചതിന് അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്റെ കരങ്ങൾ എടുക്കുമ്പോൾ ഒരടയാളം ദൈവം നിൽക്കുന്നത് പകൽക്കാലം പറഞ്ഞു തരാൻ പോവുകയാണ്. എന്നറിയാമോ? നീ നിന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ: എൻ്റെ അപ്പനും അമ്മയും വിടുവിക്കപ്പെടുമോ? എൻ്റെ സഹോദരങ്ങൾ വിടുവിക്കപ്പെടുമോ? എൻ്റെ തലമുറ വിടുവിക്കപ്പെടുമോ? സ്തോത്രം. ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സഹോദരൻ സഹോദരി വിടുവിക്കപ്പെടുമോ? സ്തോത്രം. നിന്നോട് നീ ചോദിച്ചില്ലെങ്കിലും നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങും. നീ പ്രാർത്ഥിച്ചിട്ട് അപ്പനമ്മ വിശ്വാസത്തിൽ വന്നു, നിന്റെ സഹോദരങ്ങൾ വിശ്വാസത്തിൽ വന്നു. ദുഃഖത്തോടാണല്ലോ നമ്മളൊരു മറുപടി പറയാൻ എന്ത് ചെയ്യും? എല്ലാം കർത്താവ് അറിയും. തക്ക സമയത്ത് എന്ത് ചെയ്യും? വിടുവിക്കും. പുറമെ ദുഃഖം കാണിച്ചില്ലെങ്കിലും അകമേ ദുഃഖത്തോടെ വിളിച്ചു പറയും, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇതെല്ലാം അറിയും. ദൈവം തക്ക സമയത്ത് വിടുവിക്കും. അങ്ങനെ അനുഭവം നിനക്കുണ്ടെങ്കിൽ ഇനിയുള്ള ദൂത് നിന്നോടാ. സ്തോത്രം. ആമേൻ. ഈ ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾക്കുവാൻ ഭാഗ്യം ലഭിച്ചെങ്കിൽ യഹോവ കൽപ്പിച്ചതുപോലെ, ആമേൻ, ഞാൻ കൽപ്പിച്ചപ്പോൾ, ആമേൻ, മരിച്ചു കിടന്ന ഉണങ്ങി വരണ്ട അസ്ഥികളിൽ, ചിതറിക്കിടന്ന അസ്ഥികൾ ഒന്നൊന്നോടുകൂടി വലിയൊരു സൈന്യമായി മാറിയതുപോലെ നിനക്ക് വിരോധമായി ശത്രു പരിഹസിച്ച ജീവിതങ്ങളുടെ വിടുതൽ അടയാളമായി ദൈവം ഇന്ന് പകൽക്കാലത്ത് തരാൻ പോവുകയാണ്. നീ വിശ്വസിക്കുന്നത്, നീ ഇത് വിശ്വസിക്കുക. ദൈവത്തിന് സ്തോത്രം. ആത്മാവിൽ നീ ഇത് ഏറ്റെടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളില്ലേ? നീ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളില്ലേ? സ്തോത്രം. എന്തുകൊണ്ടാണെന്ന് അറിയാമോ സംഭവിക്കാഞ്ഞത്? നീ ഇടിഞ്ഞു കിടക്കുകയായിരുന്നു, നീ തകർന്നു കിടക്കുകയായിരുന്നു. നിന്റെ കയ്യിൽ എങ്ങനെ നിന്റെ കുടുംബത്തെ ഏൽപ്പിക്കും? നിന്റെ കയ്യിൽ എങ്ങനെ നിന്റെ അപ്പനമ്മയെ ഏൽപ്പിക്കും? നിന്റെ കയ്യിൽ എങ്ങനെ നിന്റെ സഹോദരങ്ങളെ ഏൽപ്പിക്കും? ഇപ്പോൾ കർത്താവ് ചെയ്ത പണിയെന്നറിയാമോ? ഇടിഞ്ഞതെല്ലാം അവൻ പണിതെടുത്ത്. സ്തോത്രം. ആമേൻ. അത് മാത്രമല്ല, നീ ദൈവത്തിൻ്റെതാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഇപ്പോൾ പറയുക, ഒന്നൊന്നായി ഞാൻ പുറത്തെടുക്കാൻ പോകുക. സ്തോത്രം. ചിതറിക്കിടക്കുക, ഉണങ്ങിക്കിടക്കുക, വരണ്ട് കിടക്കുക, സാരമില്ലെന്ന്. സ്തോത്രം. ഒരൊറ്റ ശബ്ദം, ഒരൊറ്റ കാറ്റ്, ഇതെല്ലാം കണ്ണടച്ച് തുറക്കുന്നത് പോലെ, ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു ദൈവപ്രവൃത്തി. സ്തോത്രം. ആമേൻ, ആമേൻ. പ്രാർത്ഥിച്ചെന്തായിരുന്നു? കർത്താവേ, മരിക്കുന്നതിന് മുമ്പ് രക്ഷയേറ്റി പറഞ്ഞ് ഒന്ന് സ്നാനപ്പെട്ടാൽ മതിയെന്ന്. ഇല്ല, നിന്റെ ദേശത്തോട് തന്നെ ഞാൻ അവരെ സൈന്യമായി മാർച്ച് ചെയ്യിക്കാൻ പോവുക. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ ആവശ്യം രക്ഷയായിരുന്നുവെങ്കിൽ, നിന്റെ ആവശ്യം സ്നാനമായിരുന്നുവെങ്കിൽ അവരെ ഉപയോഗിക്കാതെ ദൈവം ഭൂമിയിൽ നിന്ന് മാറ്റുകയില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവരെന്തായി മാറി? വലിയൊരു സൈന്യമായി മാറി. പ്രൈസ് ദി ലോർഡ്. ദൈവം ദൂതിത സഭയെ ഒരു സൈന്യമാക്കി മാറ്റാൻ പോകുക. ആമേൻ. ഉപയോഗശൂന്യമായവരല്ല, ഉപയോഗമുള്ളവരാക്കി മാറ്റുവാൻ പോകുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ എന്ത് സംഭവിച്ചു? അതിന്റെ 4-ാം വാക്യം വായിച്ചേ. 37:4. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. അപ്പോൾ നീ അത് പറയണമെങ്കിൽ നീ ആദ്യം എന്ത് കേൾക്കണം? യഹോവയുടെ വചനം കേൾക്കണം, അതനുസരിക്കണം. എന്നിട്ട് 7-ാം വാക്യത്തിലും ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. എന്നോട് കൽപ്പിച്ചത് എന്താണ്? ദൈവത്തിന്റെ വചനം. അത് തന്നെ ഞാൻ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു. എന്നോട് ഏറ്റെടുത്ത വചനം ഞാൻ അവരോട് പറഞ്ഞു. നീ ബൈബിൾ വായിക്കാതെ എങ്ങനെ ഒരു കുടുംബം വിളിക്കപ്പെടും? സ്തോത്രം, സ്തോത്രം. നീ വചനം ഏറ്റെടുക്കാതെ എങ്ങനെ കുടുംബം വിടിവിക്കപ്പെടും? ഞാൻ ഏറ്റെടുത്ത വചനം അവരോട് പറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം, ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു മുഴക്കം. സ്തോത്രം. വായിച്ചു. ഉടനെ ഒരു ഭൂകമ്പം ഉണ്ടായി. ഉടനെ ഭൂകമ്പം ഉണ്ടായി. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്ക് പൊതിഞ്ഞതും കണ്ടു. നോക്കിക്കേ, നിമിഷം കൊണ്ട് സ്തോത്രം
എന്ത് സംഭവിച്ചു? അത്ഭുതങ്ങൾ നടന്നു. ഒരു കാര്യം ഓർത്തോണം, ഒരു സ്പാർക്ക് മതി ഒരു വാഹനം ഓടിക്കൊണ്ടിരിക്കണമെങ്കിൽ. ആ ഒരു സ്പിരിച്വൽ സ്പാർക്ക് നിന്നിൽ നിന്ന് ദൈവം കുടുംബത്തിലേക്ക് അയക്കാൻ പോകുക. ആ സ്പിരിച്വൽ സ്പാർക്ക് നിന്നിൽ നിന്ന് ദേശത്തേക്ക് അയക്കുവാൻ പോകുക. ആ സ്പിരിച്വൽ സ്പാർക്ക് നീ സുവിശേഷം പറഞ്ഞ ജീവിതങ്ങളിലേക്ക് ദൈവം അയക്കുവാൻ പോകുക. സെക്കൻഡ് കൊണ്ട് അവരൊരു സൈന്യമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോഴാ? യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. സ്തോത്രം. ദൈവം കൊണ്ട് കാര്യം ഞാൻ പറയാം, ദൈവം തന്നിട്ടല്ലാതെ ഒരു ശുശ്രൂഷയെ നിങ്ങൾ ഏറ്റെടുക്കരുത്. മനുഷ്യൻ സൂചിപ്പിക്കാൻ തന്നാൽ ഉറപ്പില്ലാതെ നീ കരം കൊടുക്കരുത്. ദൈവം തന്നതെങ്കിൽ അതിൽ നിവൃത്തി ഉണ്ടാകും, പ്രവൃത്തി ഉണ്ടാകും, അവിടെ സ്വർഗത്തിൽ സന്തോഷമുണ്ടാകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ. പൗലോസ് പറഞ്ഞു, വിശ്വസ്തർ എണ്ണി എന്നെ അവൻ ശുശ്രൂഷ ഭരമേൽപ്പിച്ചു. സ്തോത്രം. അയ്യോ, കപ്പൽ മുതലാളുടെ മോന ഇവനെ അങ്ങ് കയറ്റി നിർത്താന്നുണ്ടെങ്കിൽ സഭയുടെ ജനം മുഴുവൻ ആരെടുത്തോളും? പൗലോസ് എടുത്തോളം പറഞ്ഞല്ലേ കയറ്റിയത്. അമ്മ അടുപ്പിച്ചില്ലറിയോ? പൗലോസ് ആ റൂട്ടിലും പോയില്ല. പൗലോസ് പറഞ്ഞു, ഒരു അപ്പസ്തോലോട് ഒന്നും ചോദിക്കാൻ പോയില്ല, ഞാൻ ദൈവത്തോടുള്ള മാർഗത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങി. ഈ പകൽക്കാലം ഹല്ലേലൂയ, ലിമിറ്റഡ് ഗോഡല്ല, അൺലിമിറ്റഡ്. നിന്റെ ബ്രെയിൻ ലിമിറ്റുണ്ട്, ഇതിനപ്പുറം പ്രവർത്തിക്കുന്നൊരു ദൈവം. സ്തോത്രം, സ്തോത്രം. ഇതിനപ്പുറം പ്രവർത്തിക്കുന്നൊരു ദൈവം. ഒന്നും വേണ്ട. നാട്ടിൽ ഇവിടെ ഫ്ലൈറ്റിൽ കയറാത്ത ആരും ഇല്ല. സ്തോത്രം. 3 ടൺ കിലോയായിട്ട് ഈ സാധനം എങ്ങനെ ഈ പൊക്കി പോകുന്നു? ഇതെങ്ങനെ സുരക്ഷിതമായിട്ട് ഇത് താഴുന്നത്? സ്തോത്രം. ഒരു കല്ല് വലിച്ചെറിഞ്ഞ് അപ്പത്തന്നെ താഴോട്ട് വരും. സ്തോത്രം. ഇതിനെ തരണം ചെയ്യുന്ന ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ അല്പം മനുഷ്യന് കൊടുത്തപ്പോൾ ഇത്രയും അത്ഭുതം നമ്മുടെ കൺമുമ്പിൽ കാണുവാൻ കഴിയുന്നെങ്കിൽ, ആമേൻ, ന്യായപ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണുവാൻ കണ്ണുകൾ തുറക്കപ്പെട്ട എൻ്റെയും നിനക്കും എത്രയധികമായി ഈ ദൈവത്തെ ആസ്വദിക്കുവാൻ കഴിയണം. It is not a limited God. You are not serving a limited God. അതിരില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കുന്നു. ദൈവത്തിൻ്റെ കൈ നിനക്ക് അനുകൂലമാകുന്നിരിക്കുന്നു. വിശ്വസിക്ക്, ഇടിഞ്ഞതും തകർന്നതും ദൈവം പണിയുവാൻ പോകുന്നു. പണിതതിൻ്റെ മേൽ, ആമേൻ, സ്തോത്രം, നീ ദൈവത്തിൻ്റെതാണെന്ന് ദൈവം പരസ്യമാക്കാൻ പോകുന്നു. മൂന്നാമത്, ദൈവം നിയോഗിച്ച ശുശ്രൂഷയിലേക്ക്, ദൈവം നിയോഗിക്കുന്ന ആത്മമണ്ഡലത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോകുന്നു. നിന്റെ പരിഹാസ ശബ്ദങ്ങൾ കേട്ട വ്യക്തികൾ നിന്നോടൊപ്പം ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്നു. നിന്റെ കുടുംബാംഗങ്ങൾ ആമേൻ ക്രിസ്തുവിനെ അറിയുവാൻ പോകുന്നു. ചോദിച്ചത് രക്ഷയും സ്നാനമാണെങ്കിൽ ദേശത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകരായി ദൈവത്തിൻ്റെ സൈന്യമായി ദൈവരെ മാറ്റുവാൻ പോകുന്നു. നമുക്ക് ചേർന്ന് നിൽക്കാൻ ദൈവത്തോട്. ദൈവത്തിൻ്റെ കൈ അനുകൂലമായെങ്കിൽ എൻ്റെ കൈയും അനുകൂലമാക്കി ഇവിടെ നീട്ടിക്കൊടുത്തേ. സ്തോത്രം. ഐ ആം റെഡി ഗോഡ് എന്ന് പറഞ്ഞു കൊടുത്തേ. 2 മെറ്റൽ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ സ്പാർക്ക് ഉണ്ടാകുന്നത് പോലെ ദൈവത്തിൻ്റെ കരവും നിന്റെ കരവും കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്പിരിച്വൽ സ്പാർക്ക് ഉണ്ടല്ലോ, അതാ വിടുതലിൻ്റെ ആരംഭം. സ്തോത്രം. ഈ പകൽക്കാലം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ നമുക്ക്